ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു. അപ്പോൾ യേശു ഇടയധർമ്മം, ആട്ടിടയൻ, ആടുകള്, അത് ഇസ്രായേൽ നാട്ടിലെ സാധാരണ ആളുകളുടെ ജീവിതശൈലിയിൽപ്പെട്ടതാണ്. പൂർവ്വമായ അബ്രാഹവും മറ്റും ആടുകളെയും മേയ്ക്കുന്ന പ്രവൃത്തി ചെയ്ത് അങ്ങനെ വിവിധ ദേശങ്ങളിലൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് തെളിവാർന്ന ജലത്തിൽ അവയുടെ ദാഹം ശമിപ്പിച്ചുകൊണ്ട് പച്ചപ്പുല്ലുകള് അന്വേഷിച്ച് കണ്ടെത്തി അങ്ങനെ മേയിച്ചു നടന്നയാളാണ്. ഇടയവൃത്തി ഇക്കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ട്. ആട്ടിൻ പറ്റങ്ങൾ ഇടയവൃത്തിയൊക്കെ നമുക്ക് കാണാൻ കഴിയും. നല്ല ഇടയനെ പറ്റി യേശു പറയും, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവനാണ്, ആടുകളെ സ്നേഹിക്കുന്നവനാണ്. പഴയ നിയമത്തില് നല്ല ഇടയന്മാര്, കള്ളന്മാരായ ഇടയന്മാരെ പറ്റി പറയുന്നുണ്ട്. കള്ളന്മാരായ ഇടയന്മാർ ഇതിലെ ഏറ്റവും തടിച്ചു കൊടുത്തതിനെ കൊന്നു തിന്ന് അതിന്റെ അങ്ങനെ ശാരീരികമായിട്ട് ശക്തി പ്രാപിക്കുന്നു. അപ്പൊ അവയെ വളർത്തത് കൊന്നു തിന്നാൻ വേണ്ടിയിട്ടാണ്. നല്ല ഇടൻ അല്ലെങ്കിൽ കള്ളൻ വരുമ്പോൾ അല്ലെ വന്യമൃഗങ്ങൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നു. AD 452 ബാർബേരിയൻ അക്രമം ഉണ്ടായി. ബാർബേരിയൻ എന്ന് പറഞ്ഞാൽ ഹൂണന്മാര് യൂറോപ്പിലേക്ക് സൈന്യങ്ങളുമായിട്ട് വന്ന് അവിടെ ആക്രമിച്ച് കിടക്കി. എന്നിട്ട് അവസാനം ഇറ്റലിയിലേക്ക് ചെല്ലുകയാണ്. ഇറ്റലിയിൽ നിന്നും മാർപ്പാപ്പായാണ് ഭരണാധികാരി റോമില്. ഇറ്റലിയിലേക്ക് വന്നപ്പോൾ ഇത് വെറുതെയല്ല വരുന്നത്, ആളുകളെ കൊന്നും കൊലവിളിച്ചും കൊള്ള ചെയ്തുമാണ്. സാധാരണ യുദ്ധങ്ങളൊക്കെ നടക്കുമ്പോൾ ഒന്ന് സമ്പത്ത് കൊള്ള ചെയ്യാറുണ്ട്. ജെറുസലേം ദേവാലയമൊക്കെ തകർത്ത് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള സ്വർണങ്ങളും വിലയുള്ളതുമെല്ലാം അവര് തട്ടിയെടുത്തു. ആളുകൾ, ആരോഗ്യമുള്ള ആളുകളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയി. അതാണ് അസീറിയൻ അടിമത്തം എന്നൊക്കെ പറയുന്നത്, ബാബിലോൺ അടിമത്തം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ മനുഷ്യൻ ആളുകളെ പിടിച്ചുകൊണ്ട് പോകാനല്ല, ഒന്ന് ആക്രമിച്ച് കീഴടക്കി കൊള്ള ചെയ്യാൻ വേണ്ടി വന്നതാണ്. വന്നത്തെ മാർപ്പാപ്പ മഹാനായ ലിയോ ഒന്നാമൻ മാർപ്പാപ്പയാണ്. റോമിന്റെ കവാടത്തിൽ ഇവര് ആയുധധാരികള് കാട്ടിലേക്ക് വരുന്നതിന്റെ മുമ്പിൽ വടിയും മുടിയും ഒക്കെ ധരിച്ച് വലിയടനായ ഔദ്യോഗിക വേഷത്തില് പട്ടവാദിക്കൽ ചെന്ന് റോം ആക്രമിക്കരുതേ എന്ന് മാർപ്പാപ്പ പറയുകയാണ്. തിരിച്ചു പോകണം, ആക്രമിക്കരുത്, തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. ആറ്റില്ല, തിരിച്ചുപോയി. അതേപറ്റി പറയുന്നത് തിരിച്ചു പോകാൻ കാരണം മാർപ്പാപ്പായുടെ സൈഡിൽ ഊരിയ വാളുമായിട്ട് നിലം തൊടാതെ ഒരാൾ നിൽക്കുന്നത് കണ്ടു. ഒരു മാലാഖയായിരുന്നു. അതുകൊണ്ട് ഭയപ്പെട്ട ആറ്റില്ല മാർപ്പാപ്പായുടെ വാക്കുകൾ കേട്ടിട്ട് തിരിച്ചുപോയി. റോം ആക്രമിച്ചില്ല. അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. AD 452. ഇനി യഥാർത്ഥ ഇടയൻ ആരാന്ന് ചോദിച്ചാൽ ദൈവമാണ് യഥാർത്ഥ ഇടയൻ. യാഹ്വേ എന്റെ ഇടയനാകുന്നു, ദൈവം എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്നാണ് സങ്കീർത്തനത്തിൽ പറയുന്നത്. ഇടയന്റെ പിന്നാലെ, ഇടയന് ചില പ്രത്യേകതകളുണ്ട്. ഇടയന്റെ പിന്നാലെ ശബ്ദം കേട്ടുകൊണ്ട് പിന്നാലെ പോകുന്നതാണ് ആടുകള്. കഴിഞ്ഞ ദിവസം ഒരു പടം കാണുകയുണ്ടായി. കുറെ പശുക്കള്, ഇതിനു മുമ്പിൽ ഒരു ഇടയബാലനെ പോലെ ഒരു പയ്യൻ, 10-13 വയസ്സൊക്കെ കാണുകയുള്ളൂ. അവന്റെ കയ്യിലൊരു വടിയുണ്ട്. പശുക്കളെല്ലാം അവന്റെ പിന്നാലെ, അവന്റെ ശബ്ദം കേട്ടുകൊണ്ട് പിന്നാലെ നടന്നു നീങ്ങി. ഇടയന്റെ പിന്നാലെ നടന്നു നീങ്ങുന്നതാണ് ആടുകൾ, അജഗണങ്ങള്. അജെന്ന് വെച്ചാൽ ആട്, അജഗണങ്ങള് ഇടയന്റെ പിന്നാലെ, ഇടയന്റെ ശബ്ദം കേൾക്കുന്നതാണ്. ആട്ടിൻ കൂട്ടത്തിലേക്ക് രാത്രിയിൽ ആടുകളെയൊക്കെ സംരക്ഷണത്തിനായിട്ട് ആട്ടിൻ കൂട്ടിലേക്ക് പ്രവേശിപ്പിക്കും. അങ്ങനെ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ഇതിന്റെ വാതിക്കൽ കാവൽ നിൽക്കുന്നതാണ് ഇടയൻ.
ദാവീദ് രാജാവാകുന്നതിന് മുമ്പ് ഇടയബാലനായിരുന്നു. പിതാവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ ഒരു സിംഹം വന്നു ആടിനെ പിടിക്കാനായിട്ട്. ഇടയബാലനായിരുന്ന ദാവീദ് സിംഹവുമായിട്ട് മല്ലയുദ്ധം ചെയ്ത് അതിനെ കൊന്നു കളഞ്ഞു. അങ്ങനെ ശക്തിയുള്ള ദാവീദ് സൗൽ രാജാവിന്റെ അടുത്ത് ചെല്ലുകയാണ്. ഗോലിയാത്ത് യൂദന്മാരെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് വലിയ ഉയരവും വളർച്ചയുമുള്ള ആ ഗോലിയാത്തിനെ എതിരെ ഞാൻ യുദ്ധം ചെയ്യാമെന്ന് പറയുക. ഇടയബാലനായ ദാവീദ് കവണി കല്ലുമായിട്ട് ചെല്ലുകയാണ്. ഗോലിയാത്ത് വലിയ ഈ ബാലൻ എന്താ ചെയ്യാന്ന്, എന്നെ കൊണ്ടിത് ചെയ്യാൻ പറ്റും. എന്നാലും കവണിയിലെ കല്ല് കൃത്യമായിട്ട് എറിഞ്ഞു. ഗോലിയാത്തിന്റെ മർമ്മസ്ഥാനത്ത് നെറ്റിയെ കൊണ്ടു. ഗോലിയാത്ത് മറിഞ്ഞു വീണു. ഇടയബാലൻ, സിംഹത്തെ കൊന്ന ഇടയബാലൻ ആ സാധാരണ ബാലനല്ല. അവൻ ഓടിച്ചെന്ന് ഗോലിയാത്തിന് വാളെടുത്ത് കഴുത്ത് കണ്ടിച്ച് തലയുമായിട്ട്. അതാണ് സംഭവത്തിൽ പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ ശക്തിമാനായിരുന്ന ഗോലിയാത്തിനെ വെറും ഇടയബാലനായ ദാവീദ് പരാജയപ്പെടുത്തി. അങ്ങനെയാണ് പിന്നീട് ദാവീദ് നേതാവായിട്ടും രാജാവായിട്ടും വളരാനായിട്ട് ഇതാണ് അവസരമൊരുക്കിയത്. ഇടയൻ യാഹ്വയുടെ ദൈവത്തിന്റെ പ്രതീകമാണ്. ദൈവമാന്റെ ഇടയൻ, കർത്താവിന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവ് കണ്ടാകുകയില്ല എന്ന് സങ്കീർത്തനം 23 പറയുന്നുണ്ട്. ഈ നല്ല ഇടയന്റെ ഗുണങ്ങൾ ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവനാണ് ആ നല്ല ഇടയൻ. ചെന്നായി വരുമ്പോൾ ഓടിപ്പോകുന്നവനല്ല, ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നവനാണ് നല്ല ഇടയൻ. ഇടയധർമ്മം സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുണ്ട്. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്, അതാണ് യേശു പറഞ്ഞത്. ഞാൻ നല്ല ഇടയനാകുന്നു. അതുപോലെ ഇടയധർമ്മം നിർവഹിക്കേണ്ടത് സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ ഇടയധർമ്മം നിർവഹിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ഒരരുൾ കലാശാല എന്ന് പറയുന്നൊരു കത്തോലിക്ക വൈദികൻ, കടപ്പ രൂപതക്കാരനാണ്. കടപ്പ ആന്ധ്രയിൽ, തെലുങ്കാനയിൽ കടപ്പ രൂപതക്കാരനാണ്. അമേരിക്കയിൽ കാൻസാസ് എന്ന സ്ഥലത്ത് ആ രൂപതയിൽ ഒരു ഇടവകയിൽ ജോലി ചെയ്യുന്ന വൈദികനെ ആരോ വെടിവെച്ചു. കൊള്ളക്കാരായിരിക്കും, ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇങ്ങനെ ഇടയധർമ്മം നിർവഹിക്കാൻ വേണ്ടി അമേരിക്കയിൽ പോയി ഇടവക വൈദികനായി ശുശ്രൂഷ ചെയ്തിരുന്ന വൈദികനെ വെടിവെച്ചു വന്നു. ഇനി ഇടയധർമ്മം നിർവഹിക്കുമ്പോൾ കൊല്ലപ്പെടുന്ന ആളുകൾ എക്കാലഘട്ടത്തിൽ ഉണ്ട്. വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെടുന്ന ഇടയന്മാർ കാണും. തീർച്ചയായിട്ടും വന്യമൃഗങ്ങൾക്കൊക്കെ വലിയ ശക്തിയുണ്ട്. ഈ സിംഹത്തിന് വലിയ ശക്തിയുണ്ട്. എൻ്റെ കൈകൾക്ക് വലിയ ശക്തിയുണ്ട്. എന്നാൽ സിംഹവും കൊല്ലപ്പെടാറുണ്ട്. പുലിയും സിംഹവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ചിലപ്പോൾ പുലിയാണ് ജയിക്കുന്നത്. വേറെ ചിലപ്പോൾ പുലിയൊന്നും വേണ്ട, നമ്മുടെ പോത്തുകൾ ഒരു ഗ്രൂപ്പായിട്ടാണ് യാതൊരു. സിംഹത്തിന് ഗ്രൂപ്പുണ്ട്, എന്നാലും പുലിക്ക് ഗ്രൂപ്പില്ല. അവനൊരു ഏരിയയുണ്ട്. ആ ഏരിയയിൽ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ കുഴപ്പമാണ്. പുലിയാണ് കുറച്ചുകൂടി വെയിറ്റും തൂക്കമുള്ളത് സിംഹത്തെക്കാളും. അപ്പോൾ അതുപോലെ സിംഹങ്ങൾ പരാജയപ്പെടാം. കൂട്ടമായിട്ട് ചെന്നിട്ട് അതിനെ കൊമ്പിൽ കോർത്തിട്ട് പൊക്കി മുകളിലേക്ക് എറിയാറുണ്ട്. വീണ്ടും എറിയുകയും കുത്തുകയും ചവിട്ടുകയൊക്കെ ചെയ്ത് അങ്ങനെ കൊല്ലപ്പെടുന്ന സംഭവമുണ്ട്. ഈ സിംഹം ഇര നേടാൻ വേണ്ടിയിട്ടാണ്. വെറുതെ എങ്ങനെ ആരെയും ഉപദ്രവിക്കുകയില്ല. അതിന് വിശന്ന് കഴിയുമ്പോഴും മാംസമുക്കായിട്ട് ഇര നേടാൻ വേണ്ടിയിട്ടാണ് സിംഹം ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഏതെങ്കിലും ജീവിയെ കാണുമ്പോൾ അതിൻ്റെ പുറകെ ഓടി എങ്ങനെയെങ്കിലും വശത്താക്കുക. ചിലപ്പോൾ സിംഹം 2-3 സിംഹങ്ങൾ ഒന്നിച്ചു കൂടി ചിലപ്പോൾ സിംഹരാജൻ തന്നെ അലറിക്കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അതിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇനി പ്രായമായ സിംഹത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ,
പ്രായമായി ഏക്കമുട്ടി കഴിയുമ്പം ശിവം ഏകനായി. രാജാവായിപ്പോൾ വാണതാണെങ്കിൽ കാട്ടുപട്ടി കൂട്ടങ്ങളുണ്ട്. നിങ്ങളെല്ലാം കൂടെ വന്ന് ഇതിനെയൊക്കെ വലിച്ച് കടിച്ചു കീറിയൊക്കെ തിന്നു. ആരോഗ്യമുള്ളപ്പോൾ ഓടിക്കാൻ പറ്റും. പക്ഷെ മനുഷ്യന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ആരോഗ്യമുള്ളപ്പോൾ അവൻ മഹാനാണ്, സുഖത്തെ പോലെയാണ്, കുടുംബത്തിന്റെ നാഥനാണ്, നല്ല ഇടയനാണ്. നല്ല ഇടയനെ പോലെ പ്രവർത്തിക്കുന്ന ഒത്തിരി കുടുംബനാഥന്മാരുണ്ട്. അപ്പോൾ ആ ഇടയനെ അനുസരിക്കുകയും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തത് കുടുംബത്തിലെ എല്ലാവരുടെയും ബാധ്യതയും കടമയുമാണ്. അപ്പോൾ നല്ല ഇടയനായിട്ടാണ് കുടുംബനാഥന്മാർ പ്രവർത്തിക്കേണ്ടത്. കുടുംബത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന ആളാണ് കുടുംബനാഥൻ. അപ്പോൾ മക്കളെ കൊണ്ട് കുടുംബനാഥനെ ബഹുമാനിക്കുകയും ആദരിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട ചുമതല ജീവിത പങ്കാളിക്കുണ്ട്. അപ്പോൾ ആ കുടുംബത്തിന്റെ തലവൻ എന്നുള്ള മഹത്വം കുടുംബനാഥന് കൊടുക്കുകയും കുടുംബനാഥന്റെ അധ്വാനങ്ങളില്, കഷ്ടപ്പാടുകളില്, ക്ലേശങ്ങളില്, ജീവിതത്തിന്റെ ഇല്ലായ്മകളിലൊക്കെ കൂടെ നിന്നുകൊണ്ട് ശക്തി പകർന്നു കൊടുക്കേണ്ട പ്രധാനപ്പെട്ട കടമയുള്ളവരാണ് കുടുംബാംഗങ്ങൾ എല്ലാവരും, പ്രത്യേകിച്ച് ജീവിത പങ്കാളി. പ്രിയയുടെ ദൗത്യം നിർവഹിക്കുവാൻ എല്ലാവിധ സഹകരണം ചെയ്തു കൊടുക്കണം. യേശു കുടുംബനാഥനായിട്ട് നല്ല ഇടയനായിട്ട് എന്നെ നിയമിച്ചാക്കിയിരിക്കുകയാണെന്നുള്ള ചിന്ത ഓരോ കുടുംബനാഥനും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ടൈറ്റാനിക് കപ്പൽ അപകടത്തില് വലിയ കപ്പൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടങ്ങളിലാണ് വലിയൊരു കപ്പൽ നിർമ്മിച്ചു. അവർ വിചാരിച്ചു ഏറ്റവും വലിയ കപ്പലാണ്, യാത്രാ കപ്പലാണ്. യാത്രാ കപ്പലില് യാത്ര ചെയ്യാൻ ഒത്തിരി ആയിരക്കണക്കിന് ആളുകളുണ്ട്. ഇന്നത്തെ വലിയ കപ്പലിൽ 5000 പേരൊക്കെ ഉണ്ട്. ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം അമേരിക്ക പോയപ്പോൾ 3 ദിവസം യാത്രാ കപ്പലിൽ അതിൻ്റെ കൂടെ യാത്ര ചെയ്തു. അപ്പോൾ ആ കപ്പലിൽ 5000 പേരുണ്ടായിരുന്നു. ഇതൊരു 3500 പേരൊക്കെ കൊള്ളുന്ന ഒരു നൂറ്റാണ്ട് മുമ്പുള്ള ഒരു കപ്പലാണ്. ഇതിന്റെ ആദ്യത്തെ യാത്രയിൽ അഹന്തയോടുകൂടി അതിന്റെ കപ്പിത്താനൊക്കെ പെരുമാറി ഒരു മഞ്ഞുകട്ടയിൽ ഇടിച്ചിട്ട് കപ്പൽ തകർന്നു. ഈ കപ്പല് തകരും, വെള്ളത്തിൽ താന്നു പോകുന്നുള്ള വരുമ്പോൾ ആദ്യം രക്ഷിക്കേണ്ടത് സ്ത്രീകളെയും കുട്ടികളെയാണ്. സ്ത്രീകളെയും കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്തി അവിടെ കപ്പലിലെ പടയാളികളുണ്ട്, ഒരു തൂക്കുമായിട്ട് നിൽക്കുകയാണ്. വേറെ ആരെങ്കിലും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ എന്ന്. പിന്നെ ആരോഗ്യമുള്ള ആരെയും രക്ഷപ്പെടാനായിട്ട് സമ്മതിക്കുകയില്ല. പിന്നെ സ്ത്രീകളെയും കുട്ടികളെയും രോഗികളെയൊക്കെയാണ് മറ്റ് ചെറിയ ബോട്ടുകളിലൊക്കെ രക്ഷപ്പെടാനായിട്ട് അനുവദിക്കുന്നത്. ഒരു 3-1 ആളുകളെ രക്ഷപ്പെട്ടുള്ളൂ. അവസാനം കപ്പിത്താൻ ഏറ്റവും അവസാനം രക്ഷപ്പെടേണ്ട ആളാണ്. ആ കപ്പലിന്റെ കപ്പിത്താൻ അങ്ങനെ രക്ഷപ്പെടേണ്ട ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി അവസാനം ബാക്കി അവശേഷിച്ചവരുമായിട്ട് കടലിലേക്ക് താഴ്ന്നു പോവുകയാണ്. അപ്പോൾ അവര് ചെല്ലുന്ന ഒരു ഗീതമുണ്ട്, നിന്നോട് ഞാൻ ചേരട്ടെ എന്നുള്ള ബാല്യഗീതമൊക്കെ ആലപിച്ചുകൊണ്ട് അവശേഷിക്കുന്നവര് കപ്പിത്താനോടുകൂടി കടലിലേക്ക് താഴ്ന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഇടയധർമ്മം പോലെ ആ കപ്പലിലെ ആളുകൾക്കെല്ലാം ഏറ്റവും അവസാനം രക്ഷപ്പെടേണ്ട ആളെന്നുള്ള നിലയിൽ ജീവൻ സമർപ്പിക്കേണ്ടവരാണ് കപ്പിത്താൻ, ക്യാപ്റ്റൻ. അതുപോലെ ഓരോ കുടുംബത്തിനും കുടുംബനാഥന്മാരും സമൂഹങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നവരുമെല്ലാം സമൂഹത്തിന് വേണ്ടി നല്ല ഇടയന്മാരായിട്ട് വർത്തിക്കേണ്ടതാണ്. സഭയിലെ അധികാരികളും മറ്റുള്ളവരുമൊക്കെ. അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ നല്ല ഇടയനായ യേശുവിനെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇടയധർമ്മം നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ, കുടുംബത്തിന്റെ മേഖലകളിലുണ്ട്. ആ ഇടയധർമ്മം നിർവഹിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഇവിടെ ഏത് ജീവിതസ്ഥിതിയിലാണെങ്കിലും ആ ഇടയധർമ്മം നമ്മൾ കാത്തു പരിപാലിക്കുകയും യേശു നല്ല ഇടയനായ യേശുവിനെ നമ്മുടെ ജീവിതത്തിലൂടെ അനുകരിക്കുകയും ചെയ്യേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ ദൗത്യവും കടമയുമാണ്. നമ്മൾ ഓർമ്മിച്ചു വയ്ക്കുക, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ രക്തസാക്ഷികളാകുമെന്നുള്ളതല്ല. ജീവിതത്തിലെ ക്ലേശങ്ങൾ സഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ ഒത്തിരി ക്ലേശങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടാകും. അതിൻ്റെ മുമ്പിൽ പതറാതെയും നിരാശരാകാതെയും പ്രത്യാശയോടുകൂടി നല്ല ഇടയനായ യേശുവിനെ അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിത ബലി പൂർത്തീകരിക്കുക എന്നുള്ള ദൗത്യമാണ് നമ്മുടെ മേൽ വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൗത്യം മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതിന് ഒരിക്കലും
ഉദാസീനത പാടില്ല. ഇതിനു വേണ്ട കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.